ഹലോ ഗൈസ്, വെറും 10 മിനിറ്റിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങ് ഫ്രൈയുടെ റെസിപ്പി കാണാം. ഇതിനായിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളയാതെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഈ ഒരു കനത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 10 കൊച്ചുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2-3 വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിനകത്തോട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വേകുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇതൊന്ന് വേകുന്നതിനായിട്ട് സ്റ്റൗവിനകത്തോട്ട് ആക്കി കൊടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി മറ്റൊരു പാത്രം സ്റ്റൗവിനകത്തോട്ട് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകത്തിൻ്റെ നിറമൊന്ന് മാറി വരുന്ന സമയം കൊണ്ട് 3 വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റി കൊടുത്തിട്ട് 10 കൊച്ചുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഉള്ളി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇവിടെ കൊച്ചുള്ളി എല്ലാം നല്ലതുപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്തോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ പൊടികളുടെ പച്ചമണം മാറിക്കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്തോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് പൊടികളുമായിട്ട് നല്ലതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ പൊടികളുമായിട്ട് ഒരു 2 സെക്കൻഡ് കൂട്ടി യോജിപ്പിച്ചെടുക്കേണ്ടതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രേ ഉള്ളൂ. ടാറ്റാ.